നമ്മളെന്നുള്ളത് കോഴിക്കോട് അങ്ങാടിയിലാണ്. കോഴിക്കോട് പോയപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, ചേട്ടാ നല്ല മന്തി കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കൊണ്ട് ഇറക്കിയ ഒരു സ്ഥലത്താണ് നമ്മളിന്ന് മന്തി കഴിക്കാനായി പോകുന്നത്. കോഴിക്കോടുള്ള ആൾക്കാർക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാ സ്ഥലം എന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞത് ഒരു കിടിലൻ മന്തിയാണ്. നമ്മൾ ഇതുവരെ അധികം ടേസ്റ്റ് ചെയ്യാത്ത തരം ഒരു ജാതി മന്തി. തുർക്കിഷ് മന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ കുടുംബക്കാരായ നമ്മുടെ സ്വന്തം മയോണേഴ്സ് കൂട്ടുകാരൊക്കെ അങ്ങോട്ട് കയറി വന്നു. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ സാധനങ്ങളാണ് അതൊക്കെ. അങ്ങനെ നമ്മുടെ മന്തി അങ്ങോട്ട് പെട്ടെന്ന് വന്നു, വീഡിയോയിൽ മാത്രം. ഞാൻ അവിടെ പോയിട്ട് 20 മിനിറ്റോളം സീറ്റ് കിട്ടാതെ കാത്തു നിന്ന് പിന്നെ കുറച്ചേരി ഇരുന്ന് അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി ഓർഡർ കൊടുത്ത് ഏകദേശം 20 മിനിറ്റിലധികം ഞാൻ കാത്തിരുന്ന് നോക്കിയിരുന്ന് കിട്ടിയ നമ്മുടെ തുർക്കിഷ് മന്തിയാണ്. ഭയങ്കര ചൂടും കൊടുന്നപ്പോൾ. അപ്പോൾ നല്ല ഫ്രഷ് സാധനമാണ്. അപ്പോൾ നല്ല അടിപൊളിയാണെന്നുള്ള രീതിയിൽ നമ്മളതിനെ അങ്ങോട്ട് അകത്താക്കാനുള്ള പരിപാടിയിലാണ്. പക്ഷെ തൊടാൻ സമ്മതിക്കണില്ല, ഭയങ്കര ചൂട്. എന്തിരി ചെയ്യും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനൊരു പീസായി എന്നിട്ട് പറിച്ചെടുത്ത് മയോണൈസൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. എൻ്റെ മോനെ സംഗതി സൂപ്പർ സാധനം, അടിപൊളി ടേസ്റ്റ്. ഇവിടെ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്പൂണാണ്. ഈ സ്പൂൺ ഞാൻ രണ്ടാമത് ചോദിച്ചിട്ട് തന്ന സ്പൂണാണ്. ഇതിലും ചെറിയൊരു സ്പൂണിലായിരുന്നു ആദ്യം കൊടുന്നത്. ഇതുകൊണ്ട് എടുത്ത് തീരുമ്പോഴേക്ക് ഇവർ കണ്ടടച്ച് പോകേണ്ട ഒരു സെറ്റപ്പിലേക്ക് എത്തുന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അപ്പുറത്ത് 2 സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാത്രത്തിൽ നോക്കുമ്പോൾ അവരിൽ അതിലും വലിയ സ്പൂണാണ് കിടക്കുന്നത്. അപ്പോൾ അവർ 2 പേരുള്ള കാരണമായിരിക്കും അവർക്ക് ചിലപ്പോൾ വലുത് കൊടുത്തത്. നമ്മൾ ഒറ്റയ്ക്കല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ കുഞ്ഞൊരു സ്പൂൺ വന്നത്. പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, മന്തി റൈസൊക്കെ അടിപൊളിയാണ്. പക്ഷേ തുർക്കിഷ് ആയിട്ടുണ്ടല്ലോ, തുർക്കിഷ് ആ ഒരു അൽഫാം, അത് സംഗതി നല്ല അടിപൊളിയാണ്. പക്ഷേ എന്താ വെച്ചാൽ അതിലേക്ക് കിട്ടിയ പീസ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അതിൽ മാംസം തപ്പി നടക്കുകയായിരുന്നു ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. മയോണൈസും ബാക്കി സാധനങ്ങളൊക്കെ അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോടുള്ള നെഹന്തി മന്തിയിലാണ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരും ഈ നെഹന്തി മന്തിയിൽ നമ്മൾ പോയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ തുർക്കിഷ് മന്തി നമ്മളങ്ങനെ കോഴിക്കോട് നെഹന്തിയിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ചില ആൾക്കാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല മന്തി കിട്ടുന്നത് സൂഫിയിലാത്ര. ഇത് കാണുന്ന നിങ്ങൾ പറയാം എവിടെ നിന്നാണ് നല്ല മന്തി കോഴിക്കോട് പോയി കഴിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള മന്തി ഏറ്റവും നല്ലത് എവിടെ നിന്നാണെന്നുള്ളത് പറയൂ.